റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. കീഴ്ക്കോടതി വിധി സൗദി സുപ്രീംകോടതി ശരിവെച്ചു. സുപ്രീംകോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമ സഹായ സമിതി പ്രതികരിച്ചു. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, ഈ അബ്ദുൾ റഹീമിന്റെ മോചനം ഇതോടെ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? ഉന്മേഷ്, സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് സൗദി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പൊതു അവകാശ കേസിൽ അബ്ദുറഹീമിന് കീഴ്ക്കോടതി 20 വർഷത്തെ തടവ് ശിക്ഷയാണ് നേരത്തെ വിധിച്ചിരുന്നത്. മെയ് 26-നായിരുന്നു ഈ വിധി. ജൂലൈ 9-ന് സുപ്രീം കോടതി ഈ വിധി ശരിവെക്കുകയും ചെയ്തു. അതായത് 19 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ അബ്ദുറഹീമിന് ഇനി ഏതാനും മാസങ്ങൾ കൂടി തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നായിരുന്നു സുപ്രീം കോടതി വിധി. പിന്നീട് ജയിൽ മോചിതനാകാം എന്നായിരുന്നു വിധി. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കൂടുതൽ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യമാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി വീണ്ടും അംഗീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ ശിക്ഷ വേണ്ട, 20 വർഷത്തെ തടവ് മതി, ഇനി ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുറത്തിറങ്ങാം എന്നത് സുപ്രീം കോടതി ശരിവെക്കുകയാണ്. സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിന് നേരത്തെ വധശിക്ഷ കോടതി വിധിച്ചിരുന്നു. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ മോചനദ്രവ്യം നൽകിയതോടെ ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് പൊതു അവകാശ കേസാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിലാണ് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ഇനി ഏതാനും മാസങ്ങൾ കൂടി മാത്രമാണ് അബ്ദുറഹീമിന് ജയിൽ ശിക്ഷ ബാക്കിയുള്ളത്. ശേഷം അബ്ദുറഹീമിനെ പുറത്തിറങ്ങാം എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഉമേഷ്, ശരി. ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.